ഞാൻ അദ്ദേഹത്തിന്റെ PA ആണ്. ഏത് സമയത്തും അദ്ദേഹത്തെ കാണാൻ അനുവാദം ഉള്ള ആള്. നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള സമയമല്ലത്. അത്യാവശ്യമാണ്. പ്ലീസ്. അമ്മാവനൊരു അത്യാവശ്യ കോൺഫറൻസിലാ, നീ വെയിറ്റ് ചെയ്. ഞാൻ വർമ്മ സാറിന്റെ റൂമിലേക്ക് ചെന്ന അദ്ദേഹത്തിന് അത് ഒരു ഡിസ്റ്റർബൻസും ആവില്ല. അത് നീ തീരുമാനിച്ചാ മതിയോ? പുറംപോക്കി കിടക്കുന്നവനൊക്കെ പിടിച്ച് PA ഒക്കെ ഇങ്ങനെ ഇരിക്കും. അതെങ്ങനെ ആ ഗുണാലേ കാണിക്കൂ. ദീപകെ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ മോനെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രതാപൻ ഒരു കോൺഫറൻസിലാ. ആരായാലും കോൺഫറൻസ് കഴിഞ്ഞ് പ്രതാപനെ കണ്ടാ മതി. അംബിക മാഡം, പ്ലീസ്. കൊണ്ട നായ്ക്കൾക്കൊക്കെ ഇഷ്ടത്തിന് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ അമ്മാവന്റെ വീട്. എന്താണോ നീ പറഞ്ഞ? രാജു വേണ്ട, വീട്. ദിവ്യേ, ഇവിടെ വാ. എന്താ മാഡം? ഈ വീട്ടിന്ന് മാസാമാസം പണം എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി മാത്രം ചെയ്യുക. അല്ലാതെ നിന്റെ കോളനിയിലെ ദുഷിപ്പെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് തട്ടാന്ന് കരുതിയാ ഈ അംബിക അതിന് സമ്മതിക്കില്ല. ജോലിക്കാരാണെങ്കി ആ സ്ഥാനത്ത് കിട്ടുന്ന ശമ്പളം ഒന്നും നിങ്ങൾക്ക് പോരാഞ്ഞും അവസരം കിട്ടിയ പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് എന്റെ അനിയന്റെ സിമ്പതി നേടി പണം തട്ടാമെന്ന ചിന്തയാ നിന്റെയൊക്കെ മനസ്സിലെന്ന് എനിക്കറിയാം. ആ ബുദ്ധി ഇവിടെ ചെലവാവില്ല. അതെങ്ങനെയാ? കുറച്ചെങ്കിലും നാണോ മാനോ ഉള്ളവരാണെങ്കിലല്ലേ പറഞ്ഞാലെങ്കിലും മനസ്സിലാവൂ. ഇതിലും നല്ലതേ റോഡിലിരുന്ന് പിച്ചെടുക്കുന്നതാ. നോക്കി നിൽക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോടി. എന്തിനാ ചേച്ചി രാജുവിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? പാവം, എന്തിനാന്ന് വന്നെന്ന് പോലും ചോദിക്കാതെ. വല്ല കുടുംബത്തിൽ നിന്നും വന്ന യാമിനി എന്റെയും എന്റെ അനിയന്റെ കാര്യത്തിനും ഇടപെടണ്ട എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഞാനത് പറയില്ല. കാരണം ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. രാജു, നിക്ക് രാജു. മാഡം, എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ എത്തണം. എവിടേക്കെങ്കിലും പോകാനാണെങ്കിൽ മാഡം കാറിൽ പൊയ്ക്കോ, ഡ്രൈവറേയും കൂട്ടി. മാഡം, രാജു ബൈക്ക് എടുക്ക്. ഞാനും ആശുപത്രിയിലേക്കാ. ആശുപത്രിയിലേക്കോ? എന്തിന്? ഐഷുന്റെ ഓപ്പറേഷനുള്ള ക്യാഷ് അടയ്ക്കണ്ടേ? ക്യാഷോ? അതെ, എന്നോട് ശ്രീ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു. കുറച്ച് ക്യാഷും ഗോൾഡും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാഡം, ബില്ലടയ്ക്കാൻ ഇത് മതിയായിരിക്കും. അതൊന്നും വേണ്ട രതിക മാഡം. ഞാൻ എന്തേലും വഴി നോക്കിക്കോളാം. ഇത്രയും പെട്ടെന്ന് വലിയൊരു എമൗണ്ട് രാജു എവിടെ നിന്ന് അറേഞ്ച് ചെയ്യും? രാജു ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. ബൈക്ക് എടുക്ക് രാജു. മാഡം, വണ്ടി എടുക്ക്. ചേച്ചി കരയാതെ. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ? ഇതുവരെ ആരും ബില്ല് പേ ചെയ്തില്ലല്ലോ. ഇത്രേ ഉള്ളോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ജീവനോടെ വേണ്ടേ? എന്റെ അനിയൻ ഇപ്പം കാശോട്ട് വരും, ഉറപ്പാ. അവൻ വരുന്നതിന് മുമ്പ് ഡോക്ടർ വിചാരിച്ച
ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ലേ? ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് മാത്രം. അനിയനെ വിളിച്ച് വേഗം വരാൻ പറയേ. സമയം ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഡോക്ടർ, എന്താ ഇത്? രമ്യ, സമയം വൈകി. രാജു ഇതുവരെ പണമായിട്ട് വന്നില്ല. എന്റെ പ്രതീക്ഷ എല്ലാം പോയി. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനി ജീവനോട് കാണാൻ പറ്റില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? 10 ലക്ഷം രൂപയായിട്ട് എന്റെ അമ്മ ഇപ്പൊ ഇവിടെ എത്തും. ആണോ മോളെ? അതെ രാധമ്മേ. ദേ പ്രിയജി, നമ്മുടെ ഐശ്വര്യൊന്നും സംഭവിക്കില്ല. ഞാനില്ലേ നിങ്ങളുടെ കൂടെ? രമ്യ, നീ ദൈവം രമ്യ. പ്രായത്തിൽ നീ എന്നെ കാലം ഇളയതാ. എന്നാലും നിന്റെ കാല് പിടി. അയ്യോ ചേച്ചി, ഞാനും നിങ്ങളുടെ കുടുംബത്തിലൊരാളല്ലേ. നമ്മുടെ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ ഞാൻ ഇടപെട്ടു, അത്രേ ഉള്ളൂ. കരയല്ലേ? രമ്യേ, എവിടെയാ ക്യാഷ് അടയ്ക്കണ്ടേ? ഈ ഫ്ലോറിന്റെ ലാസ്റ്റാ. താഴെ വാ അമ്മേ, ഞാനും കൂടി വരാം. നിക്ക് നീ. ആദ്യം ഇവരോട് ഈ പത്രത്തിൽ ഒന്ന് ഒപ്പിടാൻ പറ. ഒപ്പോ? ദാ, നീ പോയി ബില്ലടയ്ക്ക്. ചെല്ല്. രാധമ്മേ, ഇതെന്റെ ഒരു രീതിയാ. ഇനി എന്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ തെളിവിന് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കും. സമയത്തിനും പണം കൃത്യമായി എത്തിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെയാണ് ഒരു ഒപ്പ്. അതിങ്ങതാ. അതെ, എനിക്ക് എപ്പോഴാണ് പറ്റില്ല. അതിന് നിന്റെ ഒപ്പം ആരെ ചോദിച്ചത്? എന്നാ ഞാൻ നാളെ കാണും. ചായ കുടിച്ചിട്ടിരിക്കാം. സിസ്റ്റർ, ഓപ്പറേഷൻ തിയേറ്റർ എവിടെയല്ല? അവിടെയാ. ഞാൻ ചോദിച്ചപ്പോ ബില്ല് ആരോ അടച്ചു, ഓപ്പറേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആരാ ശ്രീ ബില്ലടച്ചത്? രമ്യയുടെ അമ്മ കൃത്യസമയത്ത് കാശുമായിട്ട് വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഐശ്വര്യ സേഫാ. ഇനി ടെൻഷനൊന്നും വേണ്ട. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. വേണ്ട സമയത്ത് ദൈവം കൃത്യമായും സഹായത്തിന് ആളെ അയക്കും. ശരിയാ. വാ മേഡം. രാജു, ദീപക് രാജുവിനെ അച്ഛന്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞ കാര്യം ഞാൻ എന്തായാലും അച്ഛനോട് പറയും. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം അവന് ഞാൻ മേടിച്ചു കൊടുക്കും. അതൊന്നും വേണ്ട രതിക മേഡം. വർമ്മ സാറിന് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എത്ര തല്ല് മേടിച്ചാലും ദീപക് നന്നാവൂന്ന് എനിക്ക് തോന്നില്ല. എന്തിനാ വെറുതെ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം? മാഡം റൂമിലേക്ക് ചെല്ല. ശരി രാജു.
ചേട്ടാ വെള്ളം. രാജു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വല്ല പ്രതീക്ഷയ്ക്കും വകയുണ്ടോ? ഋതിക മാഡം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഓർമ്മ സാറേ. അതെ, എക്സാം കഴിഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാ ഋതു വീട്ടിലേക്ക് വന്നത്. ഫുൾ മാർക്ക് കിട്ടുന്നാ പറഞ്ഞേ. ഫുൾ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എക്സാമിൽ തോറ്റ് വീണ്ടും എന്റെ മാനം കളയുന്ന നന്നായിരുന്നു. പരമേശ്വരൻ അവൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന വാശിയിലാണെന്ന് തോന്നുന്നു. ഋതുമോളെ എക്സാമിന് ജയിക്കാൻ ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രത്യേക വഴിപാടുകൾ നടത്തിയിരുന്നു പ്രതാപ. അമ്മായി പൂജ നടത്തിയതിന്റെ ഐശ്വര്യമാണെന്ന് തോന്നുന്നു. ഞാൻ എക്സാമിന് ഒരു ചോദ്യം പോലും മിസ്സാവാതെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയെന്ന് എന്നോട് അവള് പറയുകയും ചെയ്തു. ആ ദേ ഋതുമോള് വന്നല്ലോ. താങ്ക് യു അച്ഛാ. ഇത്തവണ ഞാൻ എക്സാം നന്നായിട്ട് എഴുതി. അച്ഛന്റെ പേന എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകി. വളരെ ഹാപ്പി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെയാ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയത്. അച്ഛന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉള്ളതുപോലെ ഒരു ഫീലായിരുന്നു. താങ്ക്സ് അച്ഛാ. ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ അവൻ ഫോൺ ചെയ്തല്ലോ. ആരാ പ്രതാപ? പരമേശ്വരനാ. ആ പരമേശ്വര പറയും. ഓ ആണോ? അങ്ങനെ ആട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ശരി. എന്താ പ്രതാപ, എന്തിനാ പരമേശ്വരൻ വിളിച്ചത്? ശ്രീകല ഒരു ജോത്സ്യരെ പോയി കണ്ടെന്നു. ഇന്നൊരു നല്ല മുഹൂർത്തം ഉണ്ടത്രേ. അല്ല, അവരെന്തിനുള്ള മുഹൂർത്തം നോക്കിയത്? അശ്വിന്റെയും ഋതികയുടെയും വിവാഹ ദിവസം തീരുമാനിക്കുന്ന പത്രിക ഇന്ന് എഴുതാമെന്നാ അവര് പറയുന്നത്. പത്രിക കുറിച്ച് അടുത്ത നല്ല ദിവസം തന്നെ വിവാഹം നടത്താമെന്ന്. ഇതൊക്കെ ഇങ്ങനെ സമയത്ത് വിളിച്ചു പറഞ്ഞാ എങ്ങനെയാ? 1-2 ദിവസം മുമ്പെങ്കിലും അറിയിച്ചാലല്ലേ നമുക്ക് ചടങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റൂ. ഇതെന്തൊരു മര്യാദയാ? എല്ലാവരുടെ ഇഷ്ടത്തിന് വിടുന്നത് ശരിയാണോ? എന്നായാലും നടക്കാനുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ ലളിതമായി ചടങ്ങ് നടത്താമെന്നാ അവര് പറയുന്നത്. എന്തോ എനിക്കതിനോട് യോജിപ്പില്ല. അശ്വിൻ അന്നേ പറഞ്ഞതാ അശ്വിന് വലിയ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാന്ന്. ഏത് ജോത്സ്യനെയാ ശ്രീകല കണ്ടേന്ന് ആർക്കറിയാം? എന്തിനാ അവരിങ്ങനെ ധൃതി പിടിക്കുന്നത്? ഇനി ചെക്കനെങ്ങാനോ അമേരിക്കയില് വല്ല പ്രണയവോ മറ്റ് പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടായി കാണോ? അല്ല, അവരുടെ ധൃതി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകലയും പരമേശ്വരനും ഋതികയെ പെണ്ണ് ചോദിച്ചു ഒരിക്കലും വരില്ലായിരുന്നു. അവരുടെ ഏക മകൻ അശ്വിൻ. അശ്വിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ എതിര് നിൽക്കാറില്ല. എന്നോടൊരിക്കലും അവർ വിശ്വാസവഞ്ചന കാണിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ കടന്നു ചിന്തിക്കണ്ട.
വർമ്മ സാറേ, അവരീ ധൃതി വെക്കുന്നത് ഋതിക മേഡത്തെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഈ തീരുമാനത്തിന് നമ്മളായിട്ട് ഒന്നിനൊരു തടസ്സം പറയാതിരിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. അതെ പ്രതാപേട്ട, എക്സാം കഴിഞ്ഞു. ഋതുമോള് ജയിക്കുന്നു ഉറപ്പാ. ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം. എന്തിനാ നിങ്ങളെല്ലാവരും ഋതുമോളെ വേഗം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ധൃതി കൂട്ടുന്നേ? പ്രതാപ, എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയാ ഋതുമോള്. അവളുടെ വിവാഹം സമയമെടുത്ത് ആഘോഷപൂർവ്വം എനിക്ക് നടത്തണം. നീ പരമേശ്വരനെ വിളിച്ച് മറ്റൊരു ദിവസം പത്രിക കുറിക്കാമെന്ന് പറയ്. ഇങ്ങനെ എല്ലാവരും വാശി പിടിക്കുന്നത് എനിക്കിഷ്ടാവുന്നില്ല. അല്ല, ധൃതി പിടിച്ച് റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ തീരുമാനിച്ചിട്ട് എന്തായി? നടന്നോ? അത് മുടങ്ങിയത് ചേച്ചിക്കാരനല്ലേ? ചേച്ചി, ഈ തർക്കം നമുക്ക് ഇവിടെ വെച്ച് നടത്താം. പരമേശ്വരൻ എന്നെ വിളിച്ച് ഒരു തീരുമാനം അറിയിച്ചു. ഞാനത് ശരിവെച്ചു. എനിക്കിനി അത് മാറ്റി പറയാൻ പറ്റില്ല. പത്രിക കുറിച്ച് തീയതി ഉറപ്പിക്കാം. ഈ വിവാഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല. വിവാഹത്തിന് ഞാൻ സമ്മതിച്ചാലെങ്കിലും അച്ഛൻ എന്നോട് അല്പ സ്നേഹവും അടുപ്പവും കാണിക്കുമെന്നുള്ള ആഗ്രഹം കൊണ്ടാ അച്ഛന്റെ തീരുമാനം ഞാൻ ശരിവെച്ചത്. പക്ഷേ എന്നേക്കുമായി അച്ഛനെ പിരിയണമല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്നോട് വെറുപ്പായിരുന്നെങ്കിലും ദേഷ്യം കാണിച്ചിരുന്നെങ്കിലും അച്ഛൻ ഇത്രയും നാളും എന്റെ അരികിലുണ്ടായിരുന്നു. അച്ഛനെ പിരിഞ്ഞ് അകലേക്ക് പോവാൻ എനിക്കാവില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല. അമ്മേ, വിവാഹ തീയതി കുറിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. നമുക്കിനി അധികം ദിവസങ്ങൾ മുമ്പിലില്ല. എന്തെങ്കിലും ചെയ്ത് ഈ വിവാഹം മുടക്കണം. അമ്മ എന്തോന്നും മിണ്ടാത്തത്? മോനെ, ജീവിതത്തിൽ എല്ലാവർക്കും പല ലക്ഷ്യങ്ങളും കാണും. പക്ഷെ ഈ അംബികയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആഗ്രഹം അതൊന്നേ ഉള്ളൂ. ഋതികയും അവളുടെ നിന്റെ വിവാഹം നടക്കും. ഈ ആസ്തി മുഴുവൻ നമ്മുടെ വരുതിയിൽ വരും. ആ ലക്ഷ്യത്തിലെത്താനാണ് എല്ലാ അപമാനവും സഹിച്ച് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് ഞാനിവിടെ താമസിക്കുന്നത്. നമ്മൾ ലക്ഷ്യത്തിലെത്തും മോനെ. അശ്വിനുമായുള്ള ഋതികയുടെ വിവാഹം ഞാൻ മുടക്കും. എല്ലാം കൈവിട്ടു പോയി. ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും വിധിച്ചതല്ലേ നടക്കൂ. വിധിയെ തടുക്കാൻ ആർക്കാ സാധിക്കുക? ഒന്ന് ചുറ്റും നോക്കിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എത്ര ആളുകളെ കാണാം. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ദൈവത്തിന് ഈ ഋതികയുടെ പ്രാർത്ഥന കേൾക്കാൻ സമയമുണ്ടായി കാണില്ല. ഋതിക മാഡം, ഇത് മാഡത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അലമാരിയിൽ വെച്ചേക്ക്.
രാധിക മാഡം, ശ്രീകല മാഡം അണിയിച്ചെന്ന ഇവള കയ്യിലിടാറില്ലേ? ഇതുവരെ ഭാഗ്യത്തിന് ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. എന്തിനാ മാഡം വർമ്മ സാറിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? മാഡം ആ വള കയ്യിലിട്. ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വള കയ്യിലിട്ടോളാം. നീ പൊയ്ക്കോ. ശരി മാഡം.